ഇത്രയും വലിയ കാൻഡിഡേറ്റ് ആണെന്ന് നിങ്ങൾ വലിയ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടും എം സ്വരാജ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പറയുന്ന 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ ഒരു പഞ്ചായത്തിൽ മാത്രം 118 വോട്ടിന്റെ ലീഡ് മേടിച്ചൊഴിച്ചാൽ ബാക്കി 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പുറകെ പോയില്ലേ? അദ്ദേഹം ജനിച്ച ബൂത്തിൽ പുറകെ പോയില്ലേ? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്തിൽ പുറകെ പോയില്ലേ? അതിനപ്പുറം എന്താ വേണ്ടത്? അദ്ദേഹം അങ്ങേയറ്റം ആക്ഷേപകരമായ രീതിയിൽ അദ്ദേഹം പറയുന്നു, ജനിച്ച നാട്ടിൽ ജനിച്ച മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നില്ലേ? ഇപ്പൊ ഞാൻ സത്യസന്ധമായി നമ്മളെല്ലാവരും രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു വ്യക്തി ജനിക്കുന്ന നാട്, അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പഞ്ചായത്ത്, അദ്ദേഹത്തിന്റെ മണ്ഡലം, അങ്ങനെയൊക്കെ നിലയിൽ അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണോ അങ്ങ് നമ്മൾ രാഷ്ട്രീയത്തെ കാണേണ്ടത്? വ്യക്തി കേന്ദ്രീകൃതമായി ജനിച്ച നാടും ജനിച്ച ഗ്രാമപഞ്ചായത്തും ജനിച്ച മണ്ഡലവും ഒക്കെ വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്തുകയാണെങ്കിൽ ആരോടൊക്കെ എവിടേക്കൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് രാജ്യം വിടാൻ പറയേണ്ടതായിട്ട് വരും? ഭൂഖണ്ഡാതിർത്തി വിട്ട് പറഞ്ഞു വിടേണ്ട വരുന്ന MP-മാർ ഇന്ത്യയിലുണ്ടായിരിക്കില്ലേ? അത് ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് കോൺഗ്രസ് പ്രതിനിധിയെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോ എന്നേക്കാൾ മുതിർന്ന പ്രായവും അനുഭവവും അറിവുമുള്ള ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ജനിച്ച നാടും പഞ്ചായത്തും വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്താൻ തുടങ്ങിയാൽ കോൺഗ്രസിന്റെ പുകൾപ്പറ്റകൾ ഒറ്റ നേതാക്കന്മാരും ഈ നാട്ടിലേക്ക് വണ്ടി പിടിച്ച് വരാൻ കഴിയില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഒരു വിരൽ ഇങ്ങോട്ട് ചൂടുമ്പോൾ 4 സ്വന്തം നെഞ്ചിലേക്കാണെന്ന് കോൺഗ്രസ് പ്രതിനിധി അല്പം ചരിത്രാവബോധവും മര്യാദയും വിവേകവും ഉണ്ടെങ്കിൽ അങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജനിച്ച നാടിനെ കുറിച്ച് പറയുന്നു അല്ലെ, ജനിച്ച മണ്ഡലത്തെ കുറിച്ച് പറയുന്നു അല്ലെ, മുതുമുത്തശ്ശൻ മുതൽ മുത്തശ്ശി മുതൽ മാതാപിതാക്കൾ മുതൽ തലമുറ കൈമാറി കൊടുത്ത മണ്ഡലത്തെ ജനങ്ങൾ മുച്ചൂടുകൂടി മുടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പാഴ്സൽ ചെയ്ത് വിട്ട നേതാവിനെ എങ്ങനെ വിളിക്കും? ജനിച്ച മണ്ഡലത്തെ മുടിപ്പിച്ചവനെ, അല്ലെങ്കിൽ മുത്തശ്ശി മുതൽ മുതുമുത്തശ്ശൻ മുതൽ മാതാപിതാക്കൾ മുതൽ ജയിപ്പിച്ച് ഇങ്ങോട്ട് തന്ന മണ്ഡലത്തെ നാമാവശേഷമാക്കിയവനെ അങ്ങനെയാണോ ACC യോഗത്തിൽ ലീഡർ ഓഫ് ഒപ്പോസിഷനെ നിങ്ങൾ വിളിക്കാറുള്ളത്? അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ തോൽവി നേരിട്ട പെൺഹിറ്റ്ലറായിരുന്ന നേതാവിനെ നിങ്ങൾ വിളിക്കാറുള്ളത്? അതുകൊണ്ട് ദയവ് ചെയ്ത് പരിശോധിക്കുക. ഇത്രേ ഉള്ളൂ. അങ്ങേക്ക് ഇത് പൊള്ളുവെന്ന് എനിക്കറിയാം. കാരണം എന്താണ്? ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോ എന്ത് മര്യാദക്കെതിരെ പറയുക, തിരിച്ചതേ അളവുകൾ വെച്ച് അങ്ങ് എന്തിനാണ് പിന്നെ ഇടപെടുന്നത്? അങ്ങേക്ക് പ്രയാസമുണ്ടോ? ഞാൻ അങ്ങേ വേറെന്തെങ്കിലും വ്യക്തിപരമായി പറഞ്ഞില്ലല്ലോ. അങ്ങയുടെ അതേ മാരകം വെച്ച് തിരിച്ചു പറഞ്ഞാൽ ഇന്ത്യയിലെ പുകൾപ്പറ്റ പാരമ്പര്യം തലമുറയായി അവകാശപ്പെടുന്ന ജനനാധികാരം എന്നതുപോലെ തറവാടിത്വവും കുടുംബാധികാരവും എന്നതുപോലെ രാഷ്ട്രീയത്തെ സ്വയം നിർണയ അവകാശമായി സ്വീകരിച്ചിട്ടുള്ള പല പ്രമുഖന്മാർക്കും പല പ്രമുഖകൾക്കും പൊള്ളും. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അപകസിക്കാൻ ആ മാനകം സ്വീകരിച്ചാൽ ഫ്ലൈറ്റ് പിടിച്ച് വിമാനം ചാർട്ടർ ചെയ്ത് രാജ്യാതിർത്തികളും ഭൂഖണ്ഡാതിർത്തികളും പറന്ന് ആളുകൾക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടതായി വരും. അതുകൊണ്ട് ആ മാനകം ദയവ് ചെയ്തെടുത്ത് ഇങ്ങോട്ട് വെക്കല്ല. 8 മടക്കി എന്ന് വെക്കാൻ ഞാൻ പറയില്ല. പിന്നെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ കുഴലൂത്തുകരായ ചില സാംസ്കാരിക നായകന്മാർ, എനിക്ക് അവിടെ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വരാജിന് വോട്ട് ചെയ്തേനെ. അങ്ങ് പ്രഖ്യാപനോട്ട് ഇറങ്ങല്ലേ? എന്നിട്ട് എന്തായി ഇപ്പോ? അങ്ങനെയുള്ളവരെ വിമർശിക്കുക തന്നെ ചെയ്യും. അവർ ഇടതുപക്ഷത്തിന്റെ കുഴലൂത്തുകാർ തന്നെയാണ്. അതിന്റെ പേരിൽ എനിക്ക് വ്യക്തിപരമായി ഇടതുപക്ഷക്കാരായ സാംസ്കാരിക നായകർ അവർക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ആവശ്യപ്പെടുന്നതായി കണ്ടപ്പോൾ ഇപ്പൊ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള സാംസ്കാരിക നായകർ അവിടെ ആര്യാടന് വേണ്ടി ആവശ്യപ്പെട്ടല്ലോ. കൽപ്പറ്റ നാരായണൻ, അതുപോലെ തന്നെ KGS, ജയദേവിക, അങ്ങനെ എത്രയോ ആളുകൾ ഇപ്പൊ കോൺഗ്രസുകാരായ അല്ലെങ്കിൽ നിങ്ങളോട് ആഭിമുഖ്യമുള്ള സാംസ്കാരിക നായകർ ആര്യാടന് വേണ്ടി വോട്ട് പിടിക്കട്ടെ, അപ്പുറത്തുള്ള ആളുകൾ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കട്ടെ, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് വിമർശനമില്ലേ? വിമർശനം രേഖപ്പെടുത്തുന്നതിന് അന്തസ്സുള്ള ഭാഷയുണ്ട്, അന്തസ്സുള്ള മാനകങ്ങളും ഉപാധികളുമുണ്ട്. കൽപ്പറ്റ നാരായണനെ, MN കാരശ്ശേരിയെ, TF മാത്യൂസിനെ ഞങ്ങൾ എന്താ തിരിച്ചു പറയേണ്ടത്? അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ ഇതാ ഒരു കോൺഗ്രസ് കൊഴുത്തൂത്തുകാരൻ, ഇതാ ഒരു UDF അടിമ, അങ്ങനെ ഞങ്ങൾ പറയണോ? അങ്ങയുടെ പാഠപുസ്തകശാലയിൽ നിന്നല്ല രാഷ്ട്രീയം പഠിച്ചത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും മരിക്കുന്നിടം വരെ കോൺഗ്രസ് ആയിരിക്കണമെന്ന് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള പപ്പേട്ടൻ മുതൽ ആദരണീയനായ മലയാള സാഹിത്യ ലോകത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള കാരശ്ശേരി മാഷയും അതേപോലെ തന്നെ TF മാത്യൂസിനെയും കൽപ്പറ്റ നാരായണനെയും ഒന്നും ഞങ്ങൾ ആരും അടിമയെന്നോ കൊഴലൂത്തുകാരനെന്നോ ഞങ്ങൾ വിളിക്കില്ല. അപ്പോ രാഷ്ട്രീയ വിമർശനം എങ്ങനെ നടത്തണമെന്നതിനെ സംബന്ധിച്ച് അങ്ങ് കുറച്ചുകൂടെ പഠിക്കണം. എന്റെ കയ്യിൽ നിന്ന് പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ അധികായന്മാരിൽ നിന്ന് അങ്ങ് പഠിക്കണമെന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. തുടർ ഭരണത്തിന് തുടർച്ചയില്ലാതാകുമോ? 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയം കൈവരിക്കപ്പെട്ടപ്പോൾ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധിയുടെ ഉറ്റ സ്നേഹിതനായ നേതാവ് ഒരു ആലപ്പുഴയിലെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് 2021 ശേഷം പറഞ്ഞു, മുഖ്യമന്ത്രിയായിരിക്കാൻ എന്റെ സ്വപ്നമായിരുന്നു, പക്ഷെ നടന്നില്ല. 2019 തെരഞ്ഞെടുപ്പ് വിജയം കണ്ടപ്പോൾ ഞാൻ അങ്ങ് ആഗ്രഹിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കളയാവുന്ന. ഇപ്പൊ അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വത്തിൽ പോലും ഇല്ല. അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ പല ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നു. ഇരിക്കട്ടെ, ഞാൻ അതിനെയൊന്നും തള്ളിക്കളയുന്നില്ല. താൽക്കാലികമെങ്കിലും ഈ തിരിച്ചടിയെ അതായി തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിൽ നിന്ന് ഉൾക്കൊണ്ടേണ്ട പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടെ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടശക്തികളെ
വ്യവസ്ഥകളെ തകർത്തുകൊണ്ട് തന്നെ സഖാവ് എം സ്വരാജ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ 2026 കേരളത്തിൽ ഇടതുപക്ഷം ഈ ചരിത്ര തുടർഭരണത്തിന്റെ തുടർച്ച സൃഷ്ടിക്കാൻ വീണ്ടും ഇവിടെ തന്നെ വരും. എവിടെയും ആരും ഒളിച്ചോടാൻ പോകുന്നില്ല. പാർലമെന്റിലോ പഞ്ചായത്തിലോ തോറ്റാൽ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകുന്ന സമീപനം കോൺഗ്രസിനും UDF-നും കാണും. ആ അളവുകൾ ഞങ്ങളുടെ അടുക്കലേക്ക് വെച്ച് ഞങ്ങളെ അളക്കല്ല. ഞങ്ങളുടെ അടിസ്ഥാന ജീവിത ലക്ഷ്യം ഇതല്ല. ദയവായി അങ്ങ് അത് മനസ്സിലാക്കണം.